നെതന്യാഹുവിനെതിരെയും ഇസ്രായേലിനെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് തുർക്കിയും പ്രസിഡന്റ് എർദോഗനും. UN ജനറൽ അസംബ്ലിയിൽ നെതന്യാഹുവിനെ പരസ്യമായി കൊലയാളി എന്ന് വിളിച്ചയാളാണ് എർദോഗൻ. ഇറാനെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോഴും അതിരൂക്ഷമായി എർദോഗൻ പ്രതികരിച്ചു. ഇസ്രായേൽ മേഖലയെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നെതന്യാഹുവിനെ തടയണമെന്നും തുർക്കി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഇപ്പോഴിതാ നാറ്റോ ഉച്ചകോടിയിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗൻ ഇസ്രായേലിനെ നിശിതമായി വിമർശിച്ചിരിക്കുന്നു. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തിന് ഭീഷണിയാണെന്ന് തുർക്കി പ്രസിഡന്റ് പറഞ്ഞു. ഗാസയിലെ മാനുഷിക പ്രതിസന്ധി വഷളാക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേലും ഇറാനും തമ്മിൽ സ്ഥിരമായ വെടിനിർത്തലിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. പലസ്തീനികൾക്കുള്ള സഹായം പുരോഗമിക്കുന്നതിനെ അപലപിക്കുകയും ചെയ്തു. എർദോഗൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രീതിയിൽ ഇസ്രായേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയാൽ പരസ്പര സമാധാനം സാധ്യമാകില്ല. കാരണം ഒന്നാമതായി സ്വീകരിക്കുന്ന നടപടികൾ സമാധാനത്തിന് ഭീഷണിയാണ്. ഇത്തരത്തിൽ സ്വീകരിക്കുന്ന നടപടികളെല്ലാം സമാധാനത്തിന് ഭീഷണിയാണെങ്കിൽ എങ്ങനെയാണ് മേഖലയിൽ സമാധാനം ഉറപ്പാക്കാനാവുക, സ്ഥാപിക്കാൻ കഴിയുക? അത് സാധ്യമല്ല. എർദോഗൻ പറഞ്ഞത് ഇങ്ങനെയാണ്: US-ന്റെ നേതൃത്വത്തിലുള്ള F-35 യുദ്ധവിമാന പദ്ധതിയിൽ വീണ്ടും ചേരാനുള്ള തുർക്കിയുടെ അഭ്യർത്ഥനയും എർദോഗൻ നടത്തി. റഷ്യയുടെ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങിയതിനെ തുടർന്ന് 2019 തുർക്കിയെ ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചതിന് ശേഷം ശുഭാപ്തി വിശ്വാസം ഉണ്ടെന്ന് എർദോഗൻ പറഞ്ഞു. ഇറാനുമായുള്ള വെടിനിർത്തൽ വന്നതിന് ശേഷവും ഇസ്രായേലിനെതിരെ ആക്രമണവുമായി യമനിലെ ഹൂതികൾ മുന്നോട്ടു പോവുകയാണ്. ഇസ്രായേലിൻ്റെ പ്രദേശത്ത് വ്യോമാക്രമണമാണ് ഹൂതികൾ നടത്തിയത്. US-നും ഇസ്രായേലിനും എതിരായ പ്രതിരോധം അവസാനിക്കില്ലെന്നും ഹൂതികൾ വ്യക്തമാക്കി. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഹൂതികൾ പറഞ്ഞു. ഡ്രോൺ എത്തിയതായി ഇസ്രായേൽ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലിൻ്റെ വ്യോമപരിധിയിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ ഡ്രോണിനെ തകർത്തതായും അതിനാൽ അപായ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നില്ലെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. യമനിൽ നിന്ന് വന്ന ഡ്രോണിനെ എയർഫോഴ്സ് ഇൻ്റർസെപ്റ്റ് ചെയ്തെന്നും ഇസ്രായേലിൻ്റെ വ്യോമപരിധിയിൽ ഡ്രോൺ കടന്നില്ലെന്നും അതിനാൽ അലേർട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടി വന്നില്ലെന്നും ഔദ്യോഗികമായി തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഹൂതി വിമതർ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ചില്ല. ഗസയ്ക്കുള്ള പിന്തുണ യമനിലെ ഹൂതികൾ ആവർത്തിച്ചിരുന്നു. ഇസ്രായേലിനെതിരായ സൈനിക നടപടികൾ തുടരുമെന്നും വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് സംഭവം. ഇസ്രായേലിനും US-നും മനസ്സിലാവുന്ന ഒരേയൊരു ഭാഷ ബലപ്രയോഗമാണെന്നാണ് ഹൂതി രാഷ്ട്രീയ വക്താവ് മുഹമ്മദ് അൽ ബുഹൈദി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഹൂതികൾ ആവർത്തിച്ച് ആക്രമണങ്ങൾ തുടരുന്നുണ്ട്. സമീപകാല വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും ആക്രമണങ്ങൾ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഹൂതികൾ സൂചന നൽകിയിരുന്നു. ഗസയ്ക്ക് മേലുള്ള ഉപരോധം നീക്കുന്നതുവരെ സൈനിക നടപടി തുടരുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടയിൽ ഗാസയിൽ വെടിനിർത്തൽ ഉടനുണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകി. ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് തൊട്ടുപിന്നാലെയാണ് ഗാസയിലും വെടിനിർത്തലിനായി ശ്രമിക്കുന്നതായി ട്രംപ് അറിയിച്ചത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുരോഗതി കൈവരിച്ചു വരികയാണെന്നും ട്രംപ് പറഞ്ഞു. ഏതാണ്ട് 21 മാസമായി ആക്രമണം മേഖലയിൽ തുടരുകയാണ്. വെടിനിർത്തലിനുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് ഖത്തർ ചൊവ്വാഴ്ച പറഞ്ഞിരുന്നു. ഇതിനായി ചർച്ചകൾ ഊർജിതമാക്കിയെന്ന് ഹമാസും പ്രതികരിച്ചു.